ഖാലിക്കായി നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എല്ലാ സംഘടനകളുടെയും അതിൻ്റെ മേലെയുള്ള സംഘടനയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വഴിപ്പെട്ടുകൊണ്ടാവണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാവണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കുന്നതെന്നും അതോടുകൂടി പരസ്പരം അങ്ങുമിങ്ങും ആദരവും ബഹുമാനമൊക്കെ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കണ കാലത്തോടെ ഇവിടെ നന്മ ഉണ്ടാവും. ലാ യസാലുന്നാസു ഫീ ഖൈരിൻ മാ തഫാദലൂന. ജനങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ബഹുമാന ആദരവുകൾ കണക്കിലെടുത്തുകൊണ്ട് ജീവിക്കണം. അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെ ബഹുമാനിക്കപ്പെടണം. മേലെ ബാപ്പാനെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം, മേലുള്ള സംഘടനകളെ ബഹുമാനിക്കണം. ആ നിലക്ക് ജീവിച്ചാൽ ലാ യസാലുന്നാസു ഫീ ഖൈർ, ഇവിടെ നന്മ ഉണ്ടാവും. നേരെ മറിച്ച് ഫൈദാ തസാവവും എല്ലാവരും സമന്മാരാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി ആ നിലക്കാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ യഹ്ലിക്കൂൻ, അത് നാശത്തിന്റെ തുടക്കമായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം, പരസ്പരം നന്മയുടെ മേലിൽ തഖ്വയുടെ മേലിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണവും പരസ്പരം സന്തോഷവും സ്നേഹവും ഒക്കെ അങ്ങനെ കൈമാറി കൊണ്ടിട്ട് നമ്മളെ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു സംഘടന മറ്റൊരു സംഘടനയ്ക്ക് എതിരാവാൻ പാടില്ല. പരസ്പരം അങ്ങുമിങ്ങും സഹായിച്ചുകൊണ്ട് അങ്ങുമിങ്ങും സഹകരിച്ചുകൊണ്ട് എല്ലാ സംഘടനയുമായും കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ കൊടിക്കയിൽ ഒതുങ്ങി നിന്നുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ 100ാം വാർഷികം 2026 കുനിയിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടണം. അതിനോട് എല്ലാ നിലക്കും എല്ലാവരും സഹകരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇനി പ്രഖ്യാപിക്കപ്പെടുന്ന SMFന്റെ ഗോൾഡൻ ജൂബിലി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ടും എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സംഘടനകളെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് നമ്മളുടെ ഇടയിലുള്ള ഈ സന്തോഷവും ഈ ഐക്യവും ഒക്കെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.